കഴക്കൂട്ടം സ്പായിലെ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് കഴക്കൂട്ടം CPM ബ്രാഞ്ച് സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തു. കഴക്കൂട്ടം പോലീസാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴക്കൂട്ടത്ത് അദ്ദേഹം ബ്രാഞ്ച് സെക്രട്ടറിയായിട്ട് കൽപ്പന ബ്രാഞ്ച് സെക്രട്ടറിയായിട്ട് വന്ന ഈ കഥാപാത്രം ആണ് പ്രതിയാണെന്ന് CCTV ദൃശ്യത്തിൽ കൂടെ മനസ്സിലായി. പോലീസിനെ ബോധ്യപ്പെട്ടു. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. DFIയുടെ മേഖലാ സെക്രട്ടറിയുമാണ് ഇയാൾ. അതിനടുത്ത് കഴക്കൂട്ടത്തുള്ള കൽപ്പന ബ്രാഞ്ചിലെ ഈ സെക്രട്ടറിയുടെ കെയർ ഓഫിൽ കഴക്കൂട്ടം 3-ാം ഘട്ടത്തിന് സമയമുള്ള ഒരു സ്പായിലെ ജീവനക്കാരിക്ക് അവരുടെ കെയർ ഓഫിൽ പാലക്കാട്ടുള്ളൊരു പെൺകുട്ടി 24 വയസ്സുള്ള പെൺകുട്ടിക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി. ആ സ്പായിലെ ജീവനക്കാരിയുടെ കെയർ ഓഫിലാണ് വന്നത്. അവിടെ ഈ ജിപ്സൺ എന്ന ഈ 32 വയസ്സുകാരനാണ് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഫ്രണ്ട് ഓഫീസർ എക്സിക്യൂട്ടീവായിട്ട് ജോലി കൊടുക്കാം, അതുകൊണ്ട് അവരെ വിളിച്ചു വരുത്ത് എന്ന് പറഞ്ഞപ്പോൾ സ്പായിലെ ജീവനക്കാരിയുടെ കൂട്ടുകാരിയാണ്. അവളെ സ്പായിലേക്ക് വിളിച്ചു വരുത്തി. സ്പായിലെ ഈ DYFI മേഖലാ സെക്രട്ടറിയുമായ ഈ ബ്രാഞ്ച് സെക്രട്ടറി എത്തി. അവിടെ വെച്ച് അവരെ സ്പായിൽ വന്നത് മസാജ് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞ് വന്നെങ്കിലും ഈ പെൺകുട്ടിക്ക് ജോലി കൊടുക്കാമെന്ന് സമ്മതിച്ച ഇയാളാണ്. അങ്ങനെ അവിടെ വെച്ച് അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അതിന് അവർ വഴങ്ങിയില്ല. അപ്പോൾ പിടിവലിയായി. അവരെ ഉപദ്രവിച്ചു. ഇവരവിടുന്ന് ഇറങ്ങി ഓടി. ഇവർ സ്പായിൽ നിന്ന് ഇറങ്ങി ഓടി അടുത്തൊരു വീട്ടിൽ അഭയം പ്രാപിച്ചു. അതിനുശേഷം പോലീസിനെ അറിയിച്ചു. പോലീസ് വന്നു. ഇവരുടെ മൊഴി വാങ്ങിച്ച് കേസ് രജിസ്റ്റർ ചെയ്തു. ഈ സ്പായിലെ CCTV ദൃശ്യം പോലീസ് നോക്കി. കാരണം ഇയാൾ അവിടുത്തെ കഴക്കൂട്ടം കൽപ്പന ബ്രാഞ്ച് സെക്രട്ടറിയാണ് CPMൻ്റെ, അതോടൊപ്പം തന്നെ DYFIയുടെ മേഖലാ സെക്രട്ടറിയാണ്. അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസിന് സ്വല്പം ബുദ്ധിമുട്ട്. എന്തായാലും പോലീസ് CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചപ്പം ജിപ്സനെ കൃത്യമായിട്ട് കണ്ടു. ഇവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് CCTV ദൃശ്യത്തിൽ കൂടെ ബോധ്യപ്പെട്ടു പോലീസിന്. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാതെ നിവൃത്തിയില്ല, ഇയാളെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ ആ CPM ഭാരവാഹിയെ കഴക്കൂട്ടം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ആ സ്ത്രീ ഒരു നല്ല ജോലി ലഭിക്കും എന്നുള്ള ധാരണയിൽ തൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞപ്പോൾ ഇയാളോട് സംസാരിച്ചപ്പോഴാണ് ഇയാൾ ഒരു ഭാരവാഹിയാണ്, DYFIയുടെ മേഖലാ സെക്രട്ടറിയാണ്, ഉത്തരവാദിത്തമുള്ള ജോലിയുള്ള ആളാണ്, അയാൾ തീർച്ചയായിട്ടും ഒരു ജോലി കൊടുക്കാം ഫ്രണ്ട് ഓഫീസർ എക്സിക്യൂട്ടീവായിട്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ. അത് കള്ളം പറഞ്ഞതാണോ, അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഇയാൾക്ക് എന്തെങ്കിലും കോൺടാക്റ്റ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ആളെ വിളിച്ചു വരുത്തിയിട്ട് അതൊരു ദുരുദ്ദേശം പീഡിപ്പിക്കലായിരുന്നു എന്ന് മനസ്സിലായി. അങ്ങനെ ആ സ്ത്രീ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തു. എന്തായാലും ഇയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത്, മുഖം നോക്കാതെ അറസ്റ്റ് ചെയ്ത്, പാർട്ടി നോക്കാതെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് പോലീസിനെ അഭിനന്ദിക്കുന്നു.